പല്ലിയാണോ എന്ത്? ഗ്രാസ് ഹോപ്പറോ? ഇത് ഗ്രാസ് ഹോപ്പർ. കർത്താവേ, കൊള്ളാം. ഹലോ, നിങ്ങൾ ബാങ്കോക്കിൽ വരുവാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നൈറ്റ് മാർക്കറ്റിലോട്ട് പോവാണ്. ഇത് ടുക്ടുക്കാണ്. ഞാൻ ഇന്ന് നിങ്ങളെ 2 മാർക്കറ്റാണ് ഇവിടെ ബാങ്കോക്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടുത്തെ ടുക്ടുക്ക്. അപ്പോൾ നമുക്ക് ടുക്ടുക്കിലൊന്ന് കയറിയിട്ട് നമ്മുടെ ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റിലോട്ടൊന്ന് പോവാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കുറച്ചൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കൂട്ടിരിക്കുന്നു അല്ലേടി? ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരും ഡീറ്റെയിൽസ് ഞാൻ തരാമെന്ന് വെച്ചാൽ വലിയ അത്രയും സൂപ്പർ ഹോട്ടലൊന്നുമല്ല. തരക്കേടില്ലാത്തൊരു 3 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാം. പക്ഷേ ഫെസിലിറ്റീസൊക്കെ വളരെ മോശമായിട്ട് ഞാൻ ആ ഹോട്ടൽ കാണിക്കുന്നതേ ഇല്ല. പക്ഷെ ബാങ്കോക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. ഇത് ഇവിടെ ഉള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ വന്ന് ഫുഡ് കഴിച്ചതാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ എൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം. എല്ലാം മസാജ് സെൻറ്റേഴ്സാണ്. നമ്മൾ ഇന്നലെ ചെയ്ത മസാജ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിമോളെ, അടിപൊളി. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി, അത് വേറൊരു കാര്യം. അപ്പോൾ ടുക്ടുക്കാരന് 20 കൊടുക്കുന്നു. മെയിൻ റോഡ് വിട്ടു. നമ്മൾ 20 ബാത്താണ് അയക്കുന്നത്. എന്ത് ചെയ്യാനാണ്, പൈസ. $20. ഓക്കെ, ചില്ലറ തരാം. നമ്മുടെ കയ്യിൽ ചില്ലറയുടെ അഭിഷേകമാണ്. ഓക്കെ, സവാദിഖാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്കോക്കിൽ ബിസി സമയമാണ്. ഇപ്പം 3:30-4 മണിയായി. വാച്ച് എടുത്തില്ല. നമ്മുടെ മുംബൈയിലെയും ചെന്നൈയിലെയും നമ്മുടെ കൊച്ചിയിലൊക്കെയുള്ള ആ ഒരു ബിസി റോഡാണ് കാണുന്നത്. ഓടാ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നൊരു ഏകദേശം 5 മിനിറ്റാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. റോബിൻസൺ എന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അവരുടെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് നൈറ്റ് മാർക്കറ്റ് ഉള്ളത്. നൈറ്റ് ആയിട്ടില്ല, 4 മണി ആയിട്ടേ ഉള്ളൂ.
സീബ്ര തായ്ലൻഡ്. തായ്ലൻഡിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും 7-Eleven കുറിച്ച്. പക്ഷെ വരാത്ത ആൾക്കാർ നമ്മുടെ ദുബായിലും സൗദി അറേബ്യയിലൊക്കെ ലുലു നെസ്റ്റോ ഒക്കെ കൂട്ടാണ് ഇവിടെ 7-Eleven. അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റുകൾ, അവരുടെ ഏറ്റവും വലിയൊരു ചെയിനാണ് 7-Eleven. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. നമ്മുടെ എല്ലാ ഐറ്റംസും ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ്, പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, ബിയർ സെക്ഷൻ. കൂടുതലും 7-Eleven ഹോട്ട് ഡ്രിങ്ക്സ് കാണാറില്ല. അപ്പോൾ ഹോട്ട് ഡ്രിങ്ക്സ് വാങ്ങിക്കണമെങ്കിൽ സൂപ്പർ ചീപ്പ് എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതും 7-Eleven ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. സൂപ്പർ ചീപ്പിൽ പോയാലായിരിക്കും അവിടെ ഹോട്ട്, നമ്മുടെ അതായത് വിസ്കി, വോഡ്ക, ബ്രാൻഡി ഇതൊക്കെ കിട്ടാൻ ചാൻസ് അവിടെ ആണ്. അപ്പോൾ നമ്മുടെ ക്യാമറാമാനിന് ക്യാഷ്നട്ട് വേണോ നോക്കി എടുത്തോളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിപ്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി 2-3 ദിവസം മുമ്പ് കഴിച്ചതാണ്. അത് ആക്ച്വലി ജാക്ക് ഫ്രൂട്ടാണ്. പക്ഷെ അത് കാണുന്നില്ല. ഞാൻ 4-5 7-Eleven തപ്പിയിട്ടും കണ്ടില്ല ഞാൻ ഇതുവരെ. അത് നമ്മുടെ ചക്കപ്പഴത്തിനെ ഡ്രൈ ചെയ്ത് വാക്യൂമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടുത്തെ സാധാരണ ഇന്ത്യയിലും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടുതൽ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ 7-Eleven വന്നിട്ട് കുറേ ഇതേപോലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതായത് റൈസ് കാണും, അതിനകത്ത് നമ്മുടെ ഇവരുടെ തന്നെ സ്പൈസസ് ഉള്ള ഫുഡൊക്കെ കാണും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവരുടെ ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ നേരെ ഇവർ തന്നെ ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഇതേപോലുള്ള ഫുഡ് ഐറ്റംസ് ഇവരിവിടെ തരും, നമ്മളത് വാങ്ങിക്കുക. 45 ബാത്താണ്. നൂഡിൽസ്, സ്പെഗറ്റിയാണിത്. അതേപോലെ തന്നെ പല ഐറ്റംസ് ഉണ്ട്. പോർക്കുണ്ട്, ചിക്കൻ ഉണ്ട്. ഇത് പ്രോൺസ് ആണ്. ജസ്റ്റ് ഇവരൊരു 2 മിനിറ്റ് ചൂടാക്കി തരും. ഇവിടെ തന്നെ സ്ഥലമുണ്ട് ഇരുന്ന് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതലും നിങ്ങൾ ഹോട്ടലിൽ ഇവിടെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വന്ന് ഇതേപോലുള്ള ഐറ്റംസ് വാങ്ങിക്കും. ഇത് ചിക്കനാണ്, ചിക്കൻ ആൻഡ് റൈസ്. ഇതേപോലെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ട്രൈ ചെയ്യാത്തൊരു ബിയർ എടുക്കാം. ചായ്. ഓക്കെ, അപ്പം ക്യാമറാമാന് ഇത് സോജു എടുത്താലോ? ശരി, ഓക്കെ. അത് ഞാൻ പറഞ്ഞത് തിരുത്തുന്നു. ഈ 7-Eleven എല്ലാ സാധനവും ഉണ്ട്. വിസ്കി, എല്ലാ പരിപാടികളും ഉണ്ട്. ജോണി വോക്കർ തൊട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. വില കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം സെയിം വിലയാണ്. കുറച്ച് കുറവാണ് ഇവിടെ കമ്പയർഡ് ടു നമ്മുടെ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ബാലൻറ്റൈൻസിൻ്റെയൊക്കെ 1 ലിറ്റർ ആണെന്ന് തോന്നുന്നു. അതെ, ബാലൻറ്റൈൻസ് 1 ലിറ്റർ, ജാക്ക് ഡാനിയൽസ്, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ചില സൂപ്പർ മാർക്കറ്റ്സിൽ ഇവരുടെ തന്നെ ചെയിനിൽ ചിലത് കാണത്തില്ല, ഹോട്ട് കാണത്തില്ല. പക്ഷേ ഇതിനകത്ത് എല്ലാം ഉണ്ട്. അടിപൊളി. ഓക്കെ,
ഇനി നമ്മൾ നൈറ്റ് മാർക്കറ്റിലോട്ട് പോകുന്നു. അപ്പം നിങ്ങളെ ഞാൻ മാർക്കറ്റ് കാണിക്കാം. മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ മാർക്കറ്റാണ്, പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന അടുത്ത മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ്. ഐറ്റംസ് ഏതൊക്കെയാണെന്നൊന്നും ചോദിക്കരുത്. ഐറ്റംസ് നമ്മളും ഇതുവരെ ഒന്നും കാണാത്ത ഐറ്റംസാണ്. ഇതൊക്കെ ഉണ്ടല്ലേ, ചിക്കന്, പോർക്ക്, ചിക്കൻ വിങ്സ് ഉണ്ട്, പോർക്കിൻ്റെ ഹിപ്പുണ്ട്, ഐറ്റംസ് കുറേ സാധനങ്ങളുണ്ട്. ശ്രദ്ധിക്ക, അമ്മച്ചി കപ്പലണ്ടി വിൽക്കുവാണ്. ഇത് ഞാൻ ഇന്നലെ വന്നപ്പോൾ ടേസ്റ്റ് ചെയ്ത സാധനമാണ് അവക്കാഡോയിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. അവക്കാഡോ ആൽമണ്ട്, ബനാന, പാഷൻ ഫ്രൂട്ട്, അവക്കാഡോ ഹണി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ ടേസ്റ്റ് ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ സൂഷി പോലൊരു ഐറ്റംസാണ്. ചെറുതായിട്ടൊന്ന് ഇവർ മറ്റേ നമ്മുടെ ചാർക്കോളിനകത്തൊട്ടൊന്ന് ഇടും, അതെടുത്ത് അതേപോലെ തന്നെ കഴിക്കും. ഇതെന്തുവാ, സോൻ പാപ്പിടിയോ? ഇത് ചിക്കനും റൈസുമാണ്. ചിക്കനും റൈസും ഫിഷ് സോറി, ഫിഷും റൈസുമാണിത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കഴിച്ചതാണ്, പക്ഷേ ഭയങ്കര ലോഡഡാണ്. കക്കൂസി ഇരിക്കുന്ന അതേ ഈച്ചയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം, നമ്മുടെ ക്യാമറാമാൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിൻ്റെ റെസിപ്പി ഇട്ടിരുന്നെങ്കിൽ നമുക്ക് നാട്ടിൽ കൊച്ചി പോയിട്ടൊരു കച്ചവടം തുടങ്ങായിരുന്നു. ഹൗ യു മേക്ക് ഇറ്റ് റൈസ്? എനിക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. ഇത് നമ്മുടെ കരിക്കിൻ്റെ പരിപാടിയാണ്. പൻഡാൻ ജെല്ലി ജ്യൂസ്. ഇതെന്ത് ജ്യൂസാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പൻഡാൻ ജെല്ലി ജ്യൂസ് ഏതോ ഇലയുടെയാണെന്ന് മനസ്സിലായി. കോക്കനട്ട് വാട്ടർ ഉണ്ട്. മുട്ട പൊട്ടിച്ച് മുട്ടയ്ക്കകത്തൊരു കോലിട്ടിട്ട് വെച്ചേക്കുകയാണ്. എന്ത് ചാമ്പയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഹൗ മച്ച്? 1 kilo 100 baht. 1 kilo 100. 100 gram. Yes. 100 gram. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചാമ്പയ്ക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചാമ്പയ്ക്കാകാനാണ് ഡൗട്ട്. ഹാ അമ്മച്ചി, ഓക്കെ. ഓക്കെ, 24. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മച്ചി, അമ്മച്ചി 24.
അമ്മച്ചി താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പം അമ്മച്ചി ഹാപ്പി. അയ്യോ കവർ എടുത്തില്ല. ആ ഓക്കെ ഓക്കെ അമ്മച്ചി താങ്ക് യു. ഇത് നമ്മുടെ കക്ക എന്ന് തോന്നുന്നു, നാട്ടിലത്തെ കക്കയല്ലേ ക്യാമറാമാൻ അല്ലേ? പിന്നെ അതേപോലെ മുട്ടകൾ. ഇത് നമ്മുടെ തായ്ലൻഡ് KFC. ഞാനിത് കഴിച്ച് കൊള്ളാം, തിരക്കേടില്ല. നേരെ വാങ്ങിക്കുന്നു, ഇങ്ങനെ കച്ച 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 കച്ചാന്ന് കട്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. തൊടയാണ് തൊട. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോയെ ഗ്രില്ല് ചെയ്ത് നേരെ അവർ കൊടുക്കുന്നതാണ്. അത്രയാണ് 100 ബാത്ത്. ഓക്കെ. ആ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഓൾ ദ പുഴു ആൻഡ് ദ Have you tried it before? No, I want to try. Let's try together. Yeah, let's try together. Yeah. Okay. I want the first piece. No problem. Oh, I think it's bee. Shang. Bee. But yeah, Bee. and this is cocoon. Cocoon. Butterfly. Oh. But no, butterfly. Ola. Big one. Big one. Shall we taste I maybe taste. this? I try this. Okay. Set the process. Chopstick. Oh. You try this? Oh, yeah, I'll try. You try. Okay. Okay. നമ്മളും കുറവല്ല. ഓക്കെ, ഇത് ടേസ്റ്റ് നോക്കി. ഇതെന്താണെന്ന് മനസ്സിലായില്ല. പുഴുവാണോ? With the spicy or Spicy, good. pepper. ഇതാണ് നമ്മുടെ പുഴു. എന്നിട്ട് അടുത്ത് വന്നെടുക്ക്. ദിസ് വൺ. തായ്ലൻഡിൽ ഈ നൈറ്റ് മാർക്കറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. ബിക്കോസ് മിഡിൽ ക്ലാസ് ആൾക്കാർ, പിന്നെ മിഡിൽ ക്ലാസ് മാത്രമല്ല, എല്ലാവരും മിക്കവാറുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് ഫുഡും എക്കണോമിക് ഫുഡായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ കൂടെ ചന്തയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു സ്ട്രീറ്റ് കൾച്ചർ, സ്ട്രീറ്റ് മാർക്കറ്റും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇവിടെ കൂടുതലാണ്. ആൾക്കാർ വന്ന് അവരുടെ സ്റ്റോൾസ് ഇടും. സിസ്റ്റർ, 1 പീസ്. പല്ലിയാണോ എന്തോ? ഗ്രാസ് ഹോപ്പറോ? ഇത് ഗ്രാസ് ഹോപ്പർ. കർത്താവേ. കൊള്ളാം. വാ പോവാം. അങ്ങനെ ഈ കൊച്ചു മാർക്കറ്റിൽ നിന്ന് നമ്മളിനി അടുത്ത മാർക്കറ്റിലോട്ട് പോവാണ്. അത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്താണ്, സുവർണഭൂം നൈറ്റ് മാർക്കറ്റ്. ഇവിടെ സുവർണഭൂമി എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ആക്ച്വലി ഈ തായ്ലൻഡുകാർ പറയുന്നത് സുവർണഭൂം എന്നാണ്. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിലോട്ട് പോയിട്ട് വിശേഷങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ സുവർണഭൂമി മാർക്കറ്റ് നൈറ്റ് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നൈറ്റ് മാർക്കറ്റ് അടിപൊളിയാണ്, നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെ സ്ട്രോബെറി ഒക്കെ കണ്ടില്ലേ? സ്ട്രോബെറി. ഇങ്ങോട്ട് വന്ന് സൂം ചെയ്യും കുറച്ച്. ക്യാമറാമാനോട് എത്ര പ്രാവശ്യം പറയാം. ശരി, ഓക്കെ. അമ്മച്ചി താങ്ക് യു അമ്മച്ചി. ഇത് നമ്മുടെ ചോറും മുട്ട പൊരിച്ചതും. ചോറ് മുട്ട പൊരിച്ചതാണ്. സവാതിക. സവാതിക. എന്തോ സംഭവം എന്നൊരു പിടിക്കില്ല. ഓക്കെ, ചിക്കനാണ്. നൈറ്റ് മാർക്കറ്റ് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഒരു 7:30 ഇപ്പോൾ 8:30-9 മണിയായി, എല്ലാം അടയ്ക്കാറായി. കുറച്ച് നേരത്തെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാം, പർച്ചേസ് ചെയ്യാം. ഇത് കണ്ടില്ലേ? സവാദിക.
മീനൊക്കെ പൊരിച്ച് വെച്ചേക്കാണ്. ഈ മാർക്കറ്റിലെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. ഫുഡ്, തുണികൾ, പിന്നെ അതേപോലെ തന്നെ ഗ്രോസറി, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. സായിപ്പും മദാമയൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ടല്ലേ. Sawadee ka. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് 100 ബാത്ത്, 65 ബാത്ത്, 80 ബാത്ത്. ഇത് നമ്മുടെ നാട്ടിലത്തെ രസതളിപ്പഴമാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് സ്റ്റിക്കി റൈസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് റൈസും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൈസാണ്, പക്ഷെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയത്തില്ല, ആ ചന്തയുടെ വേറൊരു മോഡൽ എന്ന് പറയാം. ഇവിടെ റെൻ്റൊക്കെ അടച്ചിട്ട് ആൾക്കാർ ഓരോ സ്റ്റോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇടിയപ്പമാണെന്ന് തോന്നുന്നു. ഇടിയപ്പമല്ല, നൂഡിൽസാണ്. നമ്മുടെ ക്യാമറാമാന് വിശക്കുന്നെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നൂഡിൽസും ചിക്കനും കൂടെ കൂടിയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ലെറ്റസും ഉണ്ട്. ഇത് നമ്മുടെ ഇവരുടെ സൂഷി. സവാദിക്ക. നമ്മുടെ ചന്തയിലുള്ള തുണി സെക്ഷനാണിത്. ബലൻസിയാഗ എന്നൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇത് ഒറിജിനൽ ബലൻസിയാഗ എന്നൊക്കെ കാണുന്നുണ്ട്. ഇത് ഒറിജിനൽ ബലൻസിയാഗ ആയിരിക്കത്തില്ല. അഡിഡാസ് നമ്മുടെ അബിബാസ് ആണ്. അപ്പൊ ഇത് തുണികളുടെ സെക്ഷനാണ്. നമ്മുടെ ഷൂസ് ആണ്. ഇതൊക്കെ ഒറിജിനൽ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് കോപ്പിയോ സെക്കൻഡ് കോപ്പിയോ കണ്ടാണ്. This original? Yes. Original? Yes. Not copy? No copy. In Thailand, Baoji. Baoji. And this one? This one? Next? No, this one copy. Copy. Okay. Good. You are honest. Good. ถ้าสอบถามได้ค่ะถามแบบไหนจ๊ะเดินเข้ามาเลย Thank you. നമ്മുടെ മദാമയൊക്കെ താണ്ട വരുന്നു. ആ മൊബൈൽ കടയുണ്ട്. സവാദിക്ക. ക്യാമറമാന് ഡ്രസ്സ് വേണോ? വേണ്ടല്ലേ? കൊള്ളാം, തിരക്കേടില്ല. ക്വാളിറ്റി ക്യാമറമാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. മാംഗോ സ്റ്റിക്കി റൈസ്. ക്യാമറാമാൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കാം. കുറച്ചുകൊണ്ട് കറങ്ങിയിട്ട് എടുത്താൽ പോരെ. തുണി സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ആഹാ, നോഹയ്ക്കൊക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ.
നോഹയുടെ അല്ല, അത് കുഞ്ഞു പിള്ളേരുടെ പവാടകളാണ്. ഇത് കണ്ണാടി കളക്ഷൻ, നമ്മുടെ കുട്ടപ്പൻ നായരുടെ കടയിലുള്ള കണ്ണാടികളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ക്യാമറാമാൻ്റെ ഫേവറേറ്റ് ലൊക്കേഷനാണ്. മൊബൈൽ റിപ്പയർ ചെയ്യുന്ന കടകളാണിത്. ശിവാറ്റിക്ക പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു കൾച്ചറാണ് നൈറ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. നമ്മുടെ ദുബായിലും ഉണ്ട് ഈ ഒരു പരിപാടി. നൈറ്റ് മാർക്കറ്റിൽ ചെറിയ റെൻറ്റിൽ ഫാമിലീസൊക്കെ വന്നിട്ട് സെൽ ചെയ്യുന്ന അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഓരോ എല്ലാ ഐറ്റംസും ഉണ്ട്. ഏകദേശം തുണികളാണെങ്കിലും ക്യാമറാമാൻ ശരിയല്ല, ക്യാമറാമാൻ്റെ ഫോക്കസ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു ചെറിയൊരു ചന്ത ടൈപ്പ് സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ തൽക്കാലം കൊള്ളാം. എനിക്ക് തോന്നുന്നു പെർഫ്യൂമാണ്. പെർഫ്യൂം തായ്ലൻഡ് പെർഫ്യൂം. ഇത് തായ്ലൻഡ്. നമുക്കിതിന്റെ ക്വാളിറ്റി ഒന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും തരക്കേടല്ല, എടുക്കാം, കൊള്ളാം. ഹൗ മച്ച് 100 baht. Any all. Can I Manakal?ได้เลยครับ ക്യാമറമാൻ നോക്കൂ. നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ മറ്റേ ഉച്ചടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മണം വരുമോ അതുപോലെ ഇല്ല, തിരക്കിടില്ല. പക്ഷെ എന്നാലും 100 ബാത്തിനുള്ള സാധനമില്ല. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഗ്ലാസ് ഐറ്റംസ്, കൊച്ചു കടയാണ്. ഇതിനകത്ത് തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ. ഈ ഒരു വാക്ക് മാത്രം എനിക്കറിയാം. ഈ വാക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റോയിലും കൂടെ ഒന്ന് പോവാം. സ്ട്രോബെറി ഒക്കെ പഴുത്തിട്ടില്ല, പക്ഷെ എന്നാലും തരക്കേടില്ല. നമ്മുടെ അവിടുത്തെ ക്വാളിറ്റിയെക്കാട്ടിൽ എന്തായാലും കൊള്ളാം. ഇത് നമ്മുടെ മറ്റേ കശുവണ്ടി ഇല്ലേ, അതോ ചാമ്പയ്ക്കോ? എന്തോ സാധനം, എന്ത് സാധനമാണെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അതോ പറങ്ങേണ്ടിയാണോ, ചാമ്പയ്ക്കാണോ, എന്താണത്? എന്തത്? ഇവിടുത്തെ ഫേവറേറ്റ് മാങ്ങയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ മറ്റേ ആപ്പൂസ് മാങ്ങയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. നമുക്കിങ്ങനെ ചപ്പി ചപ്പി തിന്നാം. പോർക്കാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം.